സർ, സിനിമ കാണാൻ വേണ്ടിയിട്ട് സാർ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഇപ്പോഴോ അപ്പോഴോ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് സിനിമ കാണണം, സിനിമ സാറിന് ഒരു ക്രേസ് ആയിരുന്നു? അല്ല, സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന് കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. അതായത് എറണാകുളത്ത് പഠിക്കുമ്പം എനിക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ അവിടെ അച്ഛന്മാരാണ് അവിടെ പാവങ്ങൾ, അവരൊന്നും മിണ്ടുകയല്ല, എൻ്റെ സൗകര്യമില്ലേ, ഞാൻ പോകുമായിരുന്നു. ലക്ഷ്മൺ തിയേറ്ററായിരുന്നു കൂടുതൽ കയറുന്നത്. കാരണം സെക്കൻഡ് ഇടിയും തൊഴിലുള്ള പടം വഴി ഇടിയും ഡാൻസും എനിക്ക് ഏറ്റവും ഇഷ്ടം. സത്യം പറയാൻ ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ച് ആരും കാണാതെ പോയിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പം അന്ന് ഒരിക്കലും ക്ഷേത്രത്തിൽ ഒന്നും അപ്പൻ സമ്മതിക്കില്ല. അപ്പൻ അത് അവിടുത്തെ ആ കൾച്ചർ, കത്തോലിക്ക കൾച്ചറിന് തെറ്റാ. അതിൽ വലിയ വിരുദ്ധ മഹറം ചൊല്ലുന്നൊക്കെയാന്ന്. അപ്പോൾ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ കിടക്കുന്ന മുറി പോട്ടിക്ക മുറിയാണ്. ആ മുറിയിൽ അവിടെ തലേണ എടുത്ത് പതുക്കെ വെച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അപ്പം ഞാൻ കിടക്കണം തോന്നി പതപ്പൊക്കെ പതിച്ചിട്ട് വാതിൽ പതുക്കെ തുറന്ന് അതിൽ ഇറങ്ങിയിട്ട് താഴെ ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്ഥലം വിടും. നടന്നും പോയിട്ടുണ്ട്. 6 ചാടി നടന്ന് പരച്ചപ്പാറ നമ്മൾ ഈ രാജകുടുംബത്തിൻ്റെ ക്ഷേത്രം അവിടെ പോയിട്ടുണ്ട്. സാർ ദൈവവിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണ്. അതായത് ക്രൈസ്തവ. ഞാൻ ദൈവം എന്ന് പറയുന്നത്, ദൈവത്തെപ്പറ്റി പറയുമ്പോൾ എന്താണ് ദൈവത്തെപ്പറ്റി പറയേണ്ടത്? പ്രകൃതിക്ക് അതീതമായ, നമ്മളാരും ഉദ്ദേശിക്കാത്ത, നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവം. അതിനെ അള്ളാഹു എന്ന് ഇസ്ലാം മതവിശ്വാസം പറയും, പരമേശ്വര എന്ന് ഹൈന്ദവർ പറയുന്നു, യേശു എന്ന്, ദൈവമേ എന്ന് ക്രിസ്ത്യാനി പറയുന്നു. അത്രയുള്ള വ്യത്യാസം. അത് എല്ലാ മതത്തിൻ്റെ വിശ്വാസം ഒരു ദൈവമുണ്ട്, ഒറ്റ കേന്ദ്രീകൃതമാണ്. അഭിപ്രായമൊക്കെ ആരും എന്തും പറയണം, ദൈവമുണ്ട്, സംശയമില്ല, യാതൊരു തർക്കമാണ്. അതായത് പള്ളിയിൽ പോകാറുണ്ടോ? പള്ളി പോകാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഇടപാടൊന്നും എനിക്കില്ല. ഞായറാഴ്ച ദിവസം കഴിയുമെങ്കിൽ പള്ളി പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പള്ളി പോകുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന് മുമ്പിൽ ഗുണം കിട്ടുന്നത് ഒരു 10 പാവപ്പെട്ടന് വല്ല ഉപകാരം അന്നേരം ചെയ്യാൻ സമയം കിട്ടുന്നത്. പാവപ്പെട്ടനെ ഇട്ട് ചോടി പള്ളിക്കകത്തോട് കയറിയിട്ട് കാര്യമില്ല. എനിക്ക് ആ സമൂഹം എല്ലാം ഇല്ല, ഞാൻ പള്ളിയിലാണ്, പ്രാർത്ഥനയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നില്ല, ദൈവത്തിന് ഇഷ്ടപ്പെടില്ലത്, യേശുവിന് ഇഷ്ടപ്പെടില്ല. എൻ്റെ അഭിപ്രായം അതാണ്. പക്ഷേ പള്ളിയിൽ പോകണം, പ്രാർത്ഥന ഉണ്ടാവണം, അതാണ് എൻ്റെ ഒരു ചിന്ത. സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? നല്ല ചൂട് ചോറ്, അതിനകത്തോട്ട് ഇച്ചിരി പരിപ്പ്, അതിനകത്തോട്ട് സ്വല്പം നെയ്യ്, ഇച്ചിരി ഉപ്പിട് ഇട്ടേച്ച് ആ കുഴച്ചടിക്കണം, ഒരു സുഖമാണ്. അതിന് കറി എന്ന് വെച്ചാൽ നാരങ്ങായോ മാങ്ങായോ കടുക് മാങ്ങായോ വേണം, പാവയ്ക്ക തോരൻ വേണം, ഇച്ചിരി ഈ അച്ചാർ പോലുള്ള എന്തെങ്കിലും, പിന്നെ ഈ ഒരു പപ്പടം 1 2 ഇരുന്നോട്ടെ നീ ഇച്ചിരി അത്രയൊക്കെ മതി, വേറെ കൂടുതൽ നിന്ന്. പിന്നെ അവസാനം ആ ഊണ് തീർന്ന് വെച്ചാൽ തൈര്, നല്ല കട്ട തൈരായിരിക്കണം, ഈ പുളിച്ചതാവരുത്. അതിനകത്ത് ഉപ്പോട് ഇട്ട് കുഴച്ച് അതും കഴിക്കണം, വളരെ സുഖം. എനിക്കിഷ്ടമാണ്. പാവയ്ക്കാക്കറി, എൻ്റെ വായി വെള്ളം വന്നു. പയറ് തോരൻ, അതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ഭക്ഷണം എനിക്കിഷ്ടം. ഞാൻ ഇടയ്ക്ക് മുന്നേ അതും കഴിക്കും. വ്യായാമത്തിൽ എങ്ങനെയാണ് സാർ? അത് മാത്രം എൻ്റെ വായിക്ക് വ്യായാമമാണ്, വേറെ ഒരു അവയവത്തിനും വായിക്കുള്ളൂ വ്യായാമം. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഒരു വ്യായാമം ചെയ്യുന്നത്, നടക്കുകയാട്ടെ, ഓടുകയാട്ടെ, ട്രെഡ്മില്ലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ, ഞാൻ കയറാറില്ല, നടക്കാനും പോകാറില്ല. ഇത് ദൈവം തമ്പുരാൻ വരുമ്പോൾ തോർത്തുണക്കാൻ ഉപയോഗിക്കാറുണ്ടല്ലേ? അതുകൊണ്ട് സത്യമാണ്. സാറിൻ്റെ സ്വഭാവത്തിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താണ്? എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഈ അരിശ ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതായത് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം സാറിൻ്റെ ഇത് എനിക്ക് നല്ല സ്വഭാവം, അതായത് തുറന്നു പറയുന്നതാണോ? അതും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ അരിശം വരെ ആവശ്യമില്ലാതെ. അതാണ് സാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സാറിൻ്റെ സ്വഭാവം? ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്വഭാവം പറയാം, അതല്ലാതെ ഇഷ്ടപ്പെടും, ബാക്കിയെല്ലാം ഇഷ്ടമാണ്. സാർ മുഖ്യമന്ത്രി ആയാൽ, ബൈ ചാൻസ് ആയാൽ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ സാർ? ഇതുവരെ മന്ത്രിസ്ഥാനം ആഗ്രഹം വന്നിട്ടില്ല. എന്നാൽ ആയാൽ ഒരൊറ്റ കാര്യം സാറ് ചെയ്യാൻ ഒരു ദിവസം, നമ്മുടെ മുതൽവൻ സിനിമയിൽ അർജുനന് ചെയ്യാൻ കിട്ടിയതുപോലെ ഒരു ദിവസം സാർ മുഖ്യമന്ത്രി ആയിരിക്കണം, ഒരു ഒറ്റ നല്ല കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, സാർ എന്ത് ചെയ്യും? ഒരു ദിവസം മുഖ്യമന്ത്രി, ഒറ്റ ദിവസത്തേക്കല്ലേ ഉള്ളൂ? ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. ഒരു നല്ല കാര്യം എന്തൊക്കെ സാറിന് ചെയ്യാൻ പറ്റുമോ അത് ഒരു നല്ല കാര്യം ചെയ്യണം? വളരെയേറെ കാര്യങ്ങളുണ്ട്. അത് ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ള ഒറ്റ കേരളത്തിലെ മുഴുവൻ ആളുകളും സ്വന്തമായ 5-10 സെൻറ്റ് ഭൂമിയും വീടും എല്ലാവർക്കും ഉറപ്പാക്കും. സാർ, ഈ വിവാദങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ് താങ്കൾ. തീർച്ചയായും ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇതുണ്ടാക്കുന്നതാണോ? അത് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചല്ലെന്ന്, സംഭവിക്കുക. സംഭവാമി യുഗേ യുഗേ കേട്ടിട്ടുണ്ട്. അല്ലാതെ അത് മനഃപൂർവ്വം നമ്മൾ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ല, ഒരിക്കലും അല്ല. ഷുവർ, അത് മനസ്സ് എന്നെ വിശ്വസിച്ചുള്ളൂ, സംഭവിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും വിവാദ നായകനാകാൻ ആഗ്രഹിക്കുന്നതിനല്ലല്ലോ. വിവാദം ഇല്ലാത്ത
നായകത്വമല്ലേ എല്ലാവർക്കും നല്ലത്. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങനെ ആകുന്നു. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. പല കാര്യങ്ങളുണ്ട്. സാറ് ജയം പരാജയം ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള രസമല്ലേ. ഇപ്പോൾ അത് അരുവിത്തറയിൽ നിന്ന് സാറ് തുടങ്ങി, അരുവിത്തുറയിൽ നിന്ന് തുടങ്ങി അരുവിക്കരയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് സാറിൻ്റെ ഏറ്റവും നമ്മളറിഞ്ഞ പരാജയം എന്ന് പറഞ്ഞാൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് സാറ് മാറ്റപ്പെടുന്നു. അതിൻ്റെ ഒരു ദുഃഖം. ഈ പരാജയങ്ങളെ സാറ് എങ്ങനെയാണ് കാണുന്നത്? ഈ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പിലിട്ടതാണ്. ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ പറ്റി പറയുമ്പോൾ നല്ലൊരു പാട്ട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം അഴിമതിക്കെതിരെയുള്ള എൻ്റെ പോരാട്ടമാണ്. ആ കസ്തൂരി മാമ്പഴം ഉമ്മൻചാണ്ടി കൊത്തിപ്പോയി. ഇതാണ് സത്യം. ഉമ്മൻചാണ്ടി കൊത്തിക്കൊണ്ട് പോയത്. അതുകൊണ്ട് ആ പാട്ടൊന്ന് പാടിക്കുകയും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു ഗാരഗാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു ഗാരഗാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. നട്ടു നനച്ചു വളർത്തിയ പൂച്ചെടി നട്ടു നനച്ചു വളർത്തിയ പൂച്ചെടി മുട്ട നടത്തി തിന്നും, അയ്യോ മുട്ട നടത്തി തിന്നും. കൂട്ടിനുള്ളിനെ കോഴിക്കുഞ്ഞിനെ കാട്ടുകുറുക്കൻ തട്ടും, ഒരു കാട്ടുകുറുക്കൻ തട്ടും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു ഗാരഗാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാല്, മോഹത്തിൻ പാല്. കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാല് കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാല് പൂച്ച കുടിച്ച് പോകും, അയ്യോ പൂച്ച കുടിച്ച് പോകും. പത്തിരി ചുട്ടു പരത്തി മറിച്ചതു കട്ടുറുമ്പ് കക്കും, ഒരു കട്ടുറുമ്പ് കക്കും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു ഗാരഗാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. നോട്ടം തെറ്റിയാൽ പോവും. നോട്ടം തെറ്റിപ്പോയി അവിടെ. ഇനി നോട്ടം തെറ്റായിരിക്കട്ടെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ അഴിമതി ACD പിരിച്ചു കൂട്ടിയത്. ശല്യമില്ലല്ലോ. ഇനി പുതിയ പരിപാടികൾ എന്താണ് സാർ? പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പോകും, അത് സംശയം വേണ്ട. അത് കേരള സെക്യുലർ ഇപ്പോഴുണ്ട്. അവരുമായി സഹകരിച്ച് പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം. ഞാനിപ്പോൾ മാണി ഗ്രൂപ്പിലേക്ക് ഇനിയില്ല എന്ത് കാണിച്ചാലും. അപ്പോൾ UDF 5 കൊല്ലം UDF വോട്ട് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. അതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വളരെ സന്തോഷം സാർ. ഇനിയും സ്മൃതിമുദ്രകളിൽ ഒരുപാട്, സത്യം പറഞ്ഞ ഒരു എപ്പിസോഡ് പോരാ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തോട്ട് വരാനുണ്ട്. എന്തായാലും സാർ ഒരു രഹസ്യം സാർ പറഞ്ഞില്ല. ഏത്? ഈ രഹസ്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമോ? അത് പറഞ്ഞില്ല. അത് പറഞ്ഞ് ശരി. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. അത് രാഷ്ട്രീയ നിർത്തവും പറയാം. തീർച്ചയായിട്ടും സാർ.